ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനി അടുത്ത കുരുക്കിന് ഇതിക്കുണ്ടാക്കിയിരിക്കുകയാണ്. ഡോക്ടറോട് എന്തൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവിടെ നിന്നും ഇറങ്ങാണ്. അങ്ങനെ താൻ ഇറങ്ങിയ ഉടൻ തന്നെ വിളിക്കുന്നത് ഇങ്ങനെ CKCക്കാണ് കേട്ടോ. CKCക്ക് വിളിക്കുകയാണ്. ഈ സമയം CKC മോളെ, നീ ഇപ്പോൾ എത്ര ദിവസമായി എനിക്ക് വിളിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഗർഭിണിയാണെന്നുള്ള സത്യം പറയാൻ കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ നീ ഗർഭിണിയോ? ഞാൻ നിൻ്റെ വിവാഹം നടത്തി തന്നിട്ട് നീ ഗർഭിണിയാണെന്നുള്ള സത്യം എന്നോട് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെപ്പറ്റി സാഹചര്യമല്ല ആ വീട്ടിൽ, അതിന് യാതൊരുവിധ സമാധാനവും ആ നിധി എനിക്ക് തരുന്നില്ല എന്ന് പറയാം കേട്ടോ. ഇത് കേട്ടോടെ തന്നെ CKC ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം അങ്കിൾ? ഞാൻ പറയുന്നത് പോലെ ഒരു ഉപകാരം ചെയ്യുമോ? തീർച്ചയായും നീ പറഞ്ഞോ, എന്നാൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ നിധിയെക്കുറിച്ച് ഇങ്ങനെ ശിവാനി ഈ CKCക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ CKC ആണെങ്കിലോ ഇതൊക്കെ കേട്ടിട്ട് നീയാണ് എൻ്റെ മകളാവേണ്ടവൾ, നീ എൻ്റെ മകൾ തന്നെയാണ് എന്നിങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട്, നിനക്ക് ഇത്രയും വാശിയും ദേഷ്യം അവളെ കൊടുക്കാനുള്ള വാശിയും ദേഷ്യമൊക്കെ നിന്നിലാണുള്ളത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് അതങ്ങ് കഴിഞ്ഞു പോയി. പിന്നീട് ശിവാനി നേരെ പോകുന്നത് ഒരു മെഡിക്കലിൽ നിൽക്കുന്ന, അതായത് ഒരു ക്ലിനിക്കിൽ നിൽക്കുന്ന ഒരു ആളെ കാണാനായിട്ട്, ഒരു സ്റ്റാഫിനെ കാണാനാണ്. അങ്ങനെ അയാളോട് പറയുന്നുണ്ട്, ഇതാ ഈ പ്രിസ്ക്രിപ്ഷൻ നിൻ്റെ കയ്യിൽ വെക്കണം, നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അത് ഞാൻ പറയുന്നത് പോലെയൊക്കെ അങ്ങ് ചെയ്താൽ മതി, അതുപോലെ ചെയ്താൽ തീർച്ചയായും പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കുഴപ്പം വരില്ല? ഒരു കുഴപ്പവും വരില്ല, ഞാൻ പറയുന്നത് പോലെ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ശിവാനി ഇങ്ങനെ പോരുകയാണ് വീട്ടിലോട്ട്. അങ്ങനെ ഈ സമയം വസുന്ധരയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ വസുന്ധര ചോദിക്കുന്നുണ്ട്, എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ആയിട്ടുണ്ട്, ഇത്തവണ അവൾ എന്തായാലും ഈ വീട് വിട്ട് ഇറങ്ങിയിരിക്കും, അതിനുള്ള പണിയാണ് ഞാൻ ചെയ്തത്, അവളെ ഇതിൽ നിന്ന് ആർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നിധിയാണെങ്കിലോ നിർമ്മലയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ നിർമ്മല പറയുന്നുണ്ട്, മോളെ, നീ എന്താ ഇങ്ങനെ സ്വപ്നം കണ്ട്? എനിക്കറിയില്ല, എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ വരുന്നത് പോലെ. എന്നായാലും എൻ്റെ മോള് ടെൻഷൻ ആവണ്ട. അതൊക്കെ പോട്ടെ, ഇപ്പോൾ ശിവാനിക്ക് കൊടുക്കാനുള്ള ഭക്ഷണമൊക്കെ ഒന്ന് എടുത്തു തരുമോ, അവൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. ആ സമയം അതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ തുറന്ന് നോക്കുമ്പോൾ അതിൽ ഫുള്ള് ഗൗതമിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരിക്കും കേട്ടോ. ഇത് കണ്ട ഉടനെ നിധി പറയണേ, ഇതെന്താ ഗൗതമിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലോ ആൻറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്, ഫുള്ള് ഗൗതമിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ മോന് ചെറുപ്പത്തിൽ എനിക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇപ്പോൾ ഞാനതൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് പറയട്ടെ. ശരി ശരി, എന്തായാലും ഞാൻ ശിവാനിക്ക് ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് നിർമ്മല വിളിക്കാണ്, മോളൊന്ന് അവിടെ നിന്നേ. അതെന്തേ എന്ന് ചോദിച്ചുടനെ, നിൻ്റെ സാരി തുമ്പിൽ ഈ തകിട് കെട്ടണം. എന്തിനു വേണ്ടിയാണ്? നിനക്കെന്തോ ആപത്ത് വരുന്നത് പോലെ നീ പൂജാമുറിയിൽ അങ്ങനെ ഒരു സൂചന എനിക്ക് ഈശ്വരൻ കാണിച്ചു തന്നെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോയി ഇതിങ്ങനെ പൂജാരിയോട് പറഞ്ഞപ്പോൾ ഈ തകിട് ഇങ്ങനെ സാരിത്തുമ്പിൽ കെട്ടിയാൽ മതി, പിന്നീട് ഒരു ആപത്തും വരില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ആ സാരി തുമ്പിൽ ആ തകിട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധിക്കത് കെട്ടുകൊടുത്ത് നിധി പുറത്തോട്ട് കിടക്കുമ്പോൾ ശിവാനി പുറത്ത് വരാനായിട്ട്. അപ്പോൾ ശിവാനിയെ, നീയും ഭക്ഷണം കഴിക്കാൻ വായോ, നിനക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, നിന്നെ വിളിക്കാനാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ് നിധി വന്ന ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പാറും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണേ, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ പുറത്ത് പോവാം. എന്തിനാണ് നീ പുറത്ത് പോകുന്നതെന്ന് പാറു ചോദിക്കുകയാണ്. ഉടൻ തന്നെ എൻ്റെ മരുന്ന് കഴിഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ കഴിക്കാനുള്ള മരുന്നാണ്, അത് എൻ്റെ കഴിഞ്ഞിക്കണു, ഞാനത് മേടിക്കാനാണ്. അത് കേട്ട ഉടൻ തന്നെ പാറു പറയണം, അതെന്തിനാണ് നീ മേടിക്കാൻ പോകുന്നത്? ഇത് പ്രണവിനെ വിളിച്ച് പറഞ്ഞ അവനങ്ങ് കൊണ്ടുവരില്ലേ? അത് കേട്ടോടനെ പ്രണവ് വരുമ്പോഴേക്ക് എപ്പോഴാവാനാണ്, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയാം കേട്ടോ. ഇതേ സമയം നിധി പറയണേ, നീ ഒറ്റയ്ക്ക് ഇത്ര അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നീ ഒറ്റയ്ക്ക് വാങ്ങുമൊന്നും വേണ്ട, ഇവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ, ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അവിടെ ശിവാനി പറയണേ, അത് വേണ്ട, ഞാൻ തന്നെ പോയിക്കോളെ, എൻ്റെ കാര്യമില്ലേ എന്ന് പറയുമ്പോഴാണ് പ്രണവ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ട ഉടൻ തന്നെ ശിവാനി, പ്രണവ് നീ ഇപ്പോൾ തന്നെ വരേണ്ടത്, നീയും കൂടി ഉണ്ടെങ്കിലാ ഇതിന് മൂർച്ച കയറുകയുള്ളൂ, അതുകൊണ്ട് നീ തന്നെ വേണമെന്നിങ്ങനെ പറയണ്ട. അപ്പോൾ പ്രണവിൻ്റെ കയ്യിൽ ഒരു സഞ്ചിയൊക്കെ ഉണ്ട്, ഒരു കവറൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തന്നെ ഗൗതമും അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും വസുന്ധരയും വരികയാണ് കേട്ടോ. അപ്പോൾ പ്രണവിനെ കണ്ടോടെ തന്നെ, മോനെ നീ വന്നത് നന്നായി, ശിവാനിയുടെ മരുന്ന് കഴിഞ്ഞിരിക്കുന്നു, അത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴേക്കും പ്രണവ് പറയുന്നത്, നിധിയടത്തിയും ഗൗതമേട്ടനും ഒന്ന് ഒരുമിച്ച് നിന്നേ, അതെന്തിനാ? ഞാൻ അമ്പലത്തിൽ പോയി വരികയാണ്. എന്തിനാ അമ്പലത്തിൽ പോയിരിക്കുന്നത് എന്നിങ്ങനെ പാറി ചോദിക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞു പെട്ടെന്ന് പറക്കാൻ വേണ്ടി ഏട്ടനും ഏട്ടത്തിക്കും വേണ്ടി പ്രാർത്ഥിച്ച് വരികയാണ്. നിങ്ങൾക്ക് രണ്ടാൾക്കുള്ള പ്രസാദമാണ്, ഇത് രണ്ടുപേരും ഒരുമിച്ച് വാങ്ങുകയെന്ന് പറയട്ടെ. അങ്ങനെ ആ പ്രസാദം ഒരുമിച്ച് വാങ്ങണം, അങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെയും നെറ്റിയിൽ ഇതിട് എന്നൊക്കെ ഇങ്ങനെ പ്രണവ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ശിവാനി ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുക. എന്നാൽ വസുന്ധരക്ക് ദേഷ്യം പിടിക്കുക. അങ്ങനെ വസുന്ധര പറയണേ, എടാ പ്രണവേ, നിൻ്റെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടി നീ ചെയ്യാനാ പോയിരിക്കുന്നത്. മറ്റുള്ളവരെ, ഇതെൻ്റെ ഏട്ടനും ഏട്ടത്തിയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ചെയ്തില്ലെന്ന് ആര് പറഞ്ഞു? ഇതാ ശിവാനി, ഇത് നീ കയ്യിൽ വെക്ക്, ഇതൊരു എണ്ണയാണ്, ഈ എണ്ണ വയറിൽ എന്നും തടവിക്കഴിഞ്ഞാൽ സുഖപ്രസവം നിനക്കുണ്ടാവുള്ളൂ. അത് കേൾക്കുന്ന ശിവാനി, എണ്ണ തീരത്തേ ഉള്ളൂ, ഒരിക്കലും ഞാൻ പ്രസവിക്കില്ല, എടപൊട്ട എന്നിങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ശിവാനി ആ എണ്ണയും മേടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കാണെങ്കിലോ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തൊരു വൃത്തികെട്ട വാക്കാണ് വസുന്ധര നീ എപ്പോഴും ഇങ്ങനെ പറയുന്നതെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നിധി പറയണേ, നീ പ്രിസ്ക്രിപ്ഷൻ എടുക്കുക, ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം. അപ്പോൾ പ്രണവ് ചോദിക്കുക എന്ന് ചോദിക്കണം കേട്ടോ. ഇവളുടെ മരുന്ന് തീർന്നിരിക്കുന്നതാടാ, അത് മേടിക്കാനാണ്. അതാണോ, ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവന്നോളാം, ഇങ്ങ് തന്നേന്ന് പറയണ്ട. അപ്പോഴേക്കും അവിടെ നിധി പറയണം, അതൊന്നും വേണ്ട, ഞാൻ പോയി മേടിച്ച് കൊണ്ടുവന്നോളാം എന്ന് പറയണ്ട. അപ്പോൾ അത് കേട്ടോടെ തന്നെ പ്രണവ് പറയുന്നുണ്ട്, വേണ്ട ഏട്ടത്തി ഇവിടെ നിന്നോ, ഞാൻ വണ്ടിയിൽ പോയപ്പോൾ പെട്ടെന്ന് വാങ്ങിക്കൊണ്ടുവരാവുന്നേ ഉള്ളൂ, ഏട്ടത്തി ഇവിടെ നിന്നോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നിധി പറയണം, അത് വേണ്ട, നീ ഇവിടെ നിന്നോ, നീ ഇപ്പോൾ പുറത്ത് നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് നീ ഇപ്പോൾ ഇവിടെ നിന്നോ എന്ന് പറയാനായിട്ടാ. ആ സമയം ഗൗതം പറയുന്നുണ്ട്, അത് ശരിയാ, പ്രണവ് വാങ്ങിക്കൊണ്ടുവന്നോട്ടെ നിധി, നീ നടന്നു പോകണ്ടേ, അതിന് നല്ലത് അവൻ വണ്ടിയിൽ പോയിക്കോട്ടെ, നീ അവന് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട്. ഈ സമയവും നിധി പറയണത് അത് വേണ്ട, ഞാൻ വാങ്ങിക്കൊണ്ടുവന്നോളാം. അപ്പോഴേക്കും നിർമ്മല പറയാം, മോളെ നീ ഞങ്ങളൊക്കെ പറയുന്നതൊന്ന് കേൾക്ക്, നീ അവന് കൊടുക്കുകയെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിധി പറയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, രണ്ടടി നടന്ന് വെച്ച് നിധി വാങ്ങിക്കൊണ്ടുവന്നോളാം, പിന്നെ പ്രണവും ശിവാനിയും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിധി അത് വാങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ശിവാനി നന്നായി പേടിക്കുന്നത്, ഈ പൊട്ടൻ ഇതെല്ലാം കൊളവാക്കുമോ എന്നൊരു പേടിയോട് കൂടിയിട്ടാണ് ശിവാനി നിൽക്കുന്നത്. അങ്ങനെ നിധി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, ഹിടി നീ പോടി, നീ തിരിച്ചു വരുമ്പോൾ ഈ വീട്ടിൽ നിൻ്റെ സ്ഥാനം പുറത്താണ് എന്നും മനസ്സുകൊണ്ട് തോന്നിക്കുന്നുണ്ട്. പിന്നീട് ഇവരൊക്കെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കണം കേട്ടോ. അങ്ങനെ ശിവാനിയാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല, ശിവാനിയുടെ മനസ്സ് മുഴുവൻ ഇതാണ്. ആ സമയമാണ് ഒരു ജ്യൂസുമായി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ ജ്യൂസ് കൊടുക്കുമ്പോൾ ഇതെന്താ എന്ന് നിർമ്മലയോട് ചാടിക്കളിച്ച് ശിവാനി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഇത് നിധി നിനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച സ്പെഷ്യൽ ജ്യൂസാണ്, എനിക്ക് ജ്യൂസൊന്നും വേണ്ട, ഇപ്പം നിങ്ങളത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചോറുണ്ണല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം നിധിയാണ് കാണിക്കുന്നത്. നിധി മെഡിക്കൽ സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പയ്യൻ്റെ കയ്യിൽ തന്നെ ആ മരുന്ന് കൊടുക്കണം. അപ്പോൾ ആ പയ്യന് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കണം, ആ എടുക്കട്ടെ എന്ന് പറയുമ്പോൾ നിധിക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അത് ഒരു തയ്യൽക്കാരൻ്റെ ഫോണായിരിക്കും. അപ്പോൾ അയാളോട് നിധി ഇങ്ങനെ സംസാരിക്കുകയാണ്, നിങ്ങളെൻ്റെ ബ്ലൗസ് എന്താ ഇതുവരെ അടിച്ചു വെക്കാത്ത, ഞാൻ എത്ര ദിവസമായില്ല തന്നിട്ട്, അത് കുറച്ച് തിരക്കാണ്, എന്തായാലും അടിച്ചു വെക്കാം, വിഷു ആകുമ്പോഴത്തേനും തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ നിധിയെയും കാത്ത് പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് ശിവാനി ചെന്ന് കണ്ട ആ ഡോക്ടർ ഉണ്ടല്ലോ, അത് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ശിവാനി ഇങ്ങനെ ഭക്ഷണം കഴിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടറുടെ ഫോൺ വരികയാണ്. അപ്പോൾ ശിവാനിയുടെ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറുടെ ഫോണാണ് കാണുമ്പോൾ ശിവാനി അവിടെ നിന്ന് മുങ്ങണമല്ലോ, വസുന്ധരയും ഗൗതമും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ല. അങ്ങനെ ആ ഫോണെടുത്ത് മുങ്ങാൻ നോക്കുമ്പോൾ ഗൗതം ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് നീ പോകുന്നത്, ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുക എന്ന് പറയണ്ട. അത് കേട്ടോടെ തന്നെ ശിവാനി പറയണേ, ഭക്ഷണത്തിൻ്റെ മുന്നിൽ ഇരുന്നപ്പോൾ എനിക്കെന്തോ വൊമിറ്റ് ചെയ്യാൻ വരുന്നത് പോലെ, അതുകൊണ്ട് തന്നെ ഞാനൊന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ശിവാനി ഡോക്ടറുടെ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താ ഇനി ഞാൻ ചെയ്യേണ്ടത്. അവൾ ആ മരുന്ന് അവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ 5 മിനിറ്റ്, അവൾ ഈ വീട്ടിലെത്തി 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഡോക്ടർ ഈ വീട്ടിലോട്ട് കയറി വരണം. അങ്ങനെ ഒരു സാഹചര്യമായിരിക്കണം ചെയ്യേണ്ടത്. അത് ഞാൻ ചെയ്തോളാം, ഞാൻ ഈ പറയുന്നത് പോലെയൊക്കെ ചെയ്യാം, എനിക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലേ, ഇല്ല പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ശിവാനിയാണെങ്കിലും ഉമ്മറത്ത് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഇങ്ങനെ വസുന്ധരയും ഗൗതമും എല്ലാവരും ഇരിക്കുന്നുണ്ട്, നിർമ്മലയും ഉണ്ട് കേട്ടോ, പ്രണവൊക്കെ ഉണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശിവാനി ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടുകൂടെ തന്നെ പന്തികേട് തോന്നിയിട്ട് ഇവിടെ പ്രണവ് ചോദിക്കുകയാണ്, എന്താ ശിവാനി നീ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നത്, ഞാനൊന്നുമില്ല, നീ പോയി റെസ്റ്റ് എടുക്കുക, ഉച്ച ചോറ് കഴിഞ്ഞാൽ നീ ഒന്ന് കിടക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ശിവാനി പറയണേ, ഞാൻ കിടക്കാൻ പോവാണ്, പക്ഷെ നിധിയെ കാണുന്നില്ല, നിധി മരുന്ന് വാങ്ങി വരാമെന്ന് പറഞ്ഞാൽ ഊണ് കഴിക്കണം മരുന്നല്ലേ, അത് കിട്ടാൻ വേണ്ടി കാത്തുക്കുകയാണ് എന്നിങ്ങനെ ശിവാനി പറയണം. അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയണേ, അല്ലെങ്കിൽ അവളെ ഒരു കാര്യത്തിന് ഏൽപ്പിച്ച് അവളൊരു വൃത്തികെട്ട സ്വഭാവമാണ്, അവളെ ഏത് കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ, നിങ്ങൾക്ക് എപ്പോഴും നിധിയെ കുറ്റപ്പെടുത്തൽ മാത്രമേ അറിയുള്ളൂ, നിധി പോയിട്ടുള്ളൂ, അവൾ കാൽനടയാണ്, നടന്നു വരുമ്പോഴേക്കും നേരം പിടിക്കും, അത് നിങ്ങൾക്ക് അറിയില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയമാണ് കേട്ടോ നിധി ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ ഈ സമയം ശിവാനിയാണെങ്കിലോ, ഈശ്വര മരുന്ന് മാറ്റാൻ എന്താ വഴി, അതിനൊരു വഴി കണ്ടെത്തണമല്ലോ എന്ന് പറഞ്ഞിട്ട് താൻ ഇരിക്കുന്ന ഇതിൻ്റെ മുന്നിൽ ജഗ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ പോയി പെട്ടെന്ന് ആരും കാണാതെ വാഷ് ബേസിൽ കൊണ്ടുപോയി കളയുന്ന ആ ഒരു രംഗം കണ്ടിട്ടാ. അപ്പോഴേക്കും ഈ ജഗ് ഇവിടെ കൊടുന്ന് നോക്കുമ്പോഴാണ് നിധി അകത്തോട്ട് കയറി വരുന്നത്. അങ്ങനെ നിധി ഇതാ ശിവാനി മരുന്ന് ഇത് കഴിച്ചേക്ക് എന്ന് പറയണത്. അപ്പോൾ തന്നെ എനിക്ക് വെള്ളമില്ല എന്ന് പറയണേ. എന്നാൽ ഞാൻ എടുത്ത് കൊണ്ടുവരാമെന്ന് പറയണേ. അങ്ങനെ ആ വെള്ളം അങ്ങ് എടുക്കാൻ വേണ്ടി കിച്ചണിലോട്ട് പോകുമ്പോൾ ഇവരിങ്ങനെ അപ്പുറത്തിരുന്ന് സംസാരിക്കില്ല, ഇവരാരും ശിവാനിയെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ശിവാനി എന്ത് ചെയ്യുന്നത്, താൻ ഒളിപ്പിച്ച് വെച്ച ആ ഒരു സ്ലിപ്പ് ഉണ്ടല്ലോ, അതായത് വാങ്ങിച്ചു കൊടുത്ത മരുന്നുണ്ടല്ലോ, അബോർഷനുള്ള മരുന്ന്, അത് നിധി കൊണ്ടുവന്ന അതുപോലെ നിധിയുടെ
നിധിയുടെ ആ കവറിൻ്റെ മുകളിലോട്ട് വെച്ച് ഇത് തിരിച്ചും വെക്കുന്നുണ്ട് കേട്ടോ. നിധിയാണെങ്കിലോ ഇതൊന്നും അറിയാതെ നിധി ഇങ്ങനെ ഈ മരുന്ന് ഈ വെള്ളം കൊടുന്ന് വെക്കുകയാണ്. ആ സമയമാണെങ്കിലോ അവിടെ നിന്നും ശിവാനി ഈ ടാബ്ലറ്റ് എടുത്ത് പൊട്ടിക്കുന്നുണ്ട്. അതായത് അതിൽ നിന്നൊരു മരുന്ന് എടുക്കുന്നുണ്ട്. പിന്നീട് ശിവാനി ഇങ്ങനെ കുടിക്കാൻ ഇങ്ങനെ വായിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവരാരും ശ്രദ്ധിക്കുന്നില്ല. ആ സമയം ഡോക്ടർ എന്താ കടന്നു വരാത്തത്, എത്ര നേരമായി ഞാനിത് വായിലോട്ട് വെക്കാൻ നോക്കുന്നു, എന്ത് വരെ വരാത്തത് എന്ന് പറയുമ്പോൾ ഡോക്ടർ കടന്നു വരുന്നു കേട്ടോ. അപ്പോൾ ശിവാനി എന്ന് പറഞ്ഞ് ഡോക്ടർ വിളിക്കുമ്പോൾ ആഹാ ഡോക്ടറോ എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല ഡോക്ടർ എന്താ ഈ വഴിക്ക്? അപ്പോഴേക്കും എല്ലാവരും അവിടെ നിന്ന് എണീറ്റ് വരികയാണ്. ഉടൻ തന്നെ ഡോക്ടർ എന്താ ഈ വഴിക്ക് എന്ന് ചോദിച്ച ഉടൻ തന്നെ പറയണം, ഞാൻ എൻ്റെ മകളുടെ കല്യാണമാണ്, അത് പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ശിവാനി ഞാനുമായി പരിചയമുണ്ട്. അത് കേട്ട ഉടൻ തന്നെ ഗൗതം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എങ്ങനെ ശിവാനിയുടെ വീട് ഇതാണെന്ന് എങ്ങനെ മനസ്സിലായത്? ഇവളെന്നോട് പറഞ്ഞിരുന്നു ഇവിടുത്തെ കുട്ടിയാണെന്ന്, അതുകൊണ്ട് ഇവിടെ അടുത്ത് വരെ വരേണ്ടി വന്നു, അപ്പോൾ ഇവളെ കാണാൻ വേണ്ടി വന്നതാണ് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ കല്യാണത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. പിന്നീട് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ശിവാനി നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, മരുന്നൊക്കെ കറക്റ്റായി കഴിക്കുന്നില്ലേ? ആ ഉണ്ട് കഴിക്കുന്നുണ്ട് ഇതാ ഞാനിപ്പോൾ മരുന്ന് കഴിക്കാനിപ്പോൾ മരുന്ന് എടുത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ടേബിളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അബോർഷനുള്ള ആ മരുന്നായിരിക്കട്ടെ. ഇത് കാണുന്നതിനോട് കൂടി ഡോക്ടർ പറയണേ, കുട്ടി നീ എന്ത് മരുന്നാണ് കാണിക്കുന്നത് പറഞ്ഞിട്ട് ഡോക്ടർ വളരെ ചൂടായി സംസാരിക്കുകയാണ്. എന്താ ഡോക്ടർ, നീ എന്താ അബോർഷനുള്ള മരുന്നാണ് കഴിക്കുന്നത്? നീ ഇപ്പോൾ ആ ഗുളിക കഴിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ നിൻ്റെ വയറ്റിൽ ഇപ്പോൾ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നാടകമാണ്. അതിനെക്കുറിച്ച് ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.